ഇന്ന് മുതൽ നമ്മുടെ വിഷ്ണു ഭഗവാൻ ഈ തുളസിത്തറയിൽ തുളസിയിലാണ് വസിക്കുന്നത്. അപ്പോൾ വിഷ്ണു ഭഗവാൻ വരുന്നതുകൊണ്ട് നമ്മൾ പുതിയ തുളസിയൊക്കെ വെച്ച് നല്ലതുപോലെ അലങ്കരിച്ചൊക്കെ വെക്കണം. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഞാൻ ആ പഴയ തുളസിയൊക്കെ മാറ്റി. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ തുളസി അതുപോലാണ് സ്നേഹിക്കുന്നതും അങ്ങ് ആരാധിക്കുന്നതും തൊഴുന്നതും എല്ലാം. അപ്പോൾ ഞാൻ തുളസി മാറ്റി, ഞാൻ കരഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ തുളസി മാറ്റിയത്. അപ്പോൾ പഴയ തുളസിയൊക്കെ മാറ്റി കുറച്ച് അലങ്കരിച്ചൊക്കെ വെച്ച്. അപ്പോൾ ഇന്ന് ഏകാദശി വ്രതം രാവിലെ എഴുന്നേറ്റു ഓടിപ്പോയി. ഞാൻ കുറച്ച് അലങ്കാരം കൂടെ വേണമായിരുന്നു. അതൊക്കെ അലങ്കരിച്ച് പിന്നെ നമ്മൾ കോലങ്ങളൊക്കെ വരികയാണ്. ഇനി കാർത്തിക മാസത്തിൽ ഫുള്ളും ഈ തുളസിത്തറയിൽ രാവിലെയും വൈകിട്ടും എല്ലാം ആരതി കാണിക്കണം, നമ്മൾ നിവേദ്യങ്ങൾ വെക്കണം, ഒക്കെ ചെയ്യണം. അപ്പോൾ ആദ്യമേ വെള്ളം കലശത്തിൽ കൊണ്ടുവന്ന് വെള്ളം തളിക്കണം. പിന്നെ നമ്മൾ പൂവ്, ചന്ദനം, പൂവ്, കുങ്കുമം, അത് കഴിഞ്ഞ് മാലയൊക്കെ ചേർത്ത്, അത് കഴിഞ്ഞ് അകത്ത് ആരതി കാണിച്ചതിന് ശേഷം മാത്രമാണ് പ്രദക്ഷിണം ചെയ്തിട്ട് തുളസിക്ക് ആരതി കാണിക്കണം. അത് കഴിഞ്ഞ് പിന്നെയും ആരതി അകത്ത് കാണിച്ചിട്ട് നമ്മൾ തൊട്ടുവിടാം. എന്നിട്ട് കറക്റ്റ് സമയത്ത് നമ്മുടെ ശ്രീകൃഷ്ണ പരുന്ത് വന്നിട്ടുണ്ട്. 2 പരുന്ത് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫോണിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുമോ അറിയാം.